കൊട്ടിക്കലാശത്തിനിടയിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ നടന്നതായിരുന്നു. അഷ്കർ, എന്താണ് അവിടെ സംഭവിച്ചത്? നേരത്തെ നിശ്ചയിച്ച പരിധിയിൽ നിന്നും LDFിന്റെയും അതുപോലെ തന്നെ UDFിന്റെയും രണ്ട് പ്രവർത്തകരും മലപ്പുറം കുന്നുമൽ നഗരത്തിലേക്ക് കടക്കുകയായിരുന്നു. നേരത്തെ UDFിന്റെ റോട്ടിൽ കളക്ടറേറ്റ് ബംഗ്ലാവിന്റെ പരിസരത്തുള്ള പെരിന്തൽമണ്ണ റോട്ടിലേക്കായിരുന്നു UDFിന്റെ കൊട്ടിക്കലാശം നിശ്ചയിച്ചിരുന്നത്. സമാനമായ രീതിയിൽ മഞ്ചേരി റോട്ടിലേക്ക് LDFിന്റെ കൊട്ടിക്കലാശം നിശ്ചയിച്ചു. പക്ഷേ രണ്ട് ഭാഗത്തും പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകളെ മറികടന്നുകൊണ്ട് കുന്നുമൽ നഗരത്തിലേക്ക് KSRTCന്റെ മുൻവശത്തേക്ക് ഇരു പ്രവർത്തകരും ഒന്നിച്ചെത്തുകയായിരുന്നു. തുടർന്ന് മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും പ്രവർത്തകർ ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്തേക്ക് തള്ളിക്കയറി എന്നുള്ള ഒരു ആരോപണമുണ്ടായി. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ET മുഹമ്മദ് ബഷീറിന്റെ അനൗൺസ്മെന്റ് വാഹനം പിന്നോട്ട് മാറ്റണമെന്നാവശ്യപ്പെട്ട് തർക്കമുണ്ടാകുമായിരുന്നു. പിന്നീട് പോലീസ് ഇടപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമുണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോൾ രണ്ട് പ്രവർത്തകർക്കിടയിലും പോലീസ് അണിനിരന്നിട്ടുണ്ട്. പക്ഷേ പോലീസ് സന്നാഹം പ്രവർത്തകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. കാരണം അത്രയേറെ പ്രവർത്തകർ ഇരു മുന്നണികളിൽ നിന്നും ഇരു പാർട്ടികളിൽ നിന്നുമായി എത്തിയിട്ടുണ്ട്. രണ്ട് പാർട്ടികളുടെയും ശക്തി പ്രകടനമായി തന്നെ കൊട്ടിക്കലാശം മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ CPMന്റെയും ഒക്കെ വലിയ പ്രവർത്തകർ ആൾക്കൂട്ടമായി തന്നെ നഗരത്തിലേക്ക് എത്തുകയായിരുന്നു. സമാനമായ രീതിയിൽ ഇരു പാർട്ടിയുടെ പ്രവർത്തകരും പരസ്പരം മുദ്രാവാക്യം വിളിച്ചതോടുകൂടി തന്നെ നേരത്തെ തന്നെ പരസ്പരം നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇപ്പോഴും പ്രവർത്തകരും രണ്ട് വിഭാഗം പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അനൗൺസ്മെന്റ് വാഹനത്തിലൂടെ തന്നെ പരസ്പരം മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പോലീസ് ഈ രണ്ട് പ്രവർത്തകർക്കിടയിലും ബാരിക്കേഡ് പോലെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിരലിലുണ്ടാവുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് കൊട്ടിക്കലാശത്തിനിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ശാന്തമാവുകയാണ്. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്.